പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെയും കാണാൻ എല്ലാവരും ശ്രമിക്കുക. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാവുക എന്നുള്ളത്. അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് ആരെയും ആശ്രയിക്കാതെ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയിട്ടുള്ള ഒരാളായി മാറുക എന്നുള്ളത്. എന്നാൽ നമ്മളുടെ കൂട്ടത്തിൽ 90% ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ആ വിഷയത്തിൽ അറിവും ഇല്ലാത്തത് കൊണ്ടല്ല. കാരണം ഇന്ന് അറിവുകളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും ജീവിക്കുന്നത്. നമ്മുടെ വിരൽത്തുമ്പിൽ അറിവുകൾ ഒരുപാട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അറിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഇതിന് കൃത്യമായിട്ടൊരു മൈൻഡ് സെറ്റ് ഇതിന് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില തെറ്റായിട്ടുള്ള പ്രൊസീജിയറുകളുണ്ട്, ധാരണകളും പ്രൊസീജിയറുകളുമുണ്ട്. അതെല്ലാം മാറ്റി എഴുതിയാൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി നിലവിലുള്ള നിങ്ങളുടെ ജീവിതത്തെ ഒരു ചെറിയൊരു മാറ്റത്തിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10-15 വർഷങ്ങൾക്കുള്ളിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയ ഒരാളായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളിൽ യാതൊരു സംശയമില്ല. നമ്മളുടെ സാമ്പത്തിക ഭദ്രതയിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉള്ള വ്യക്തിയായിട്ട് നമുക്ക് മാറണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് മാറ്റിവെക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽ പലരും ദിവസവേതനക്കാരുണ്ടാവും, മാസശമ്പളക്കാരുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. എന്ത് തൊഴിലുമായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ, ആ കിട്ടുന്ന വരുമാനം, മാസമായിക്കോട്ടെ ഡെയിലി ആയിക്കോട്ടെ, കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു 20% മാറ്റിവെക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും 20% മാറ്റിവെക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും പഠിച്ചു വച്ചിട്ടുള്ള സമ്പാദ്യം, അതല്ലെങ്കിൽ മിച്ചം വെക്കൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെലവുകൾ കഴിഞ്ഞ് ബാക്കി വരുന്നത് എന്താണോ അതാണ് നമ്മുടെ സമ്പാദ്യം, അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മുടെ ചെലവുകൾ കഴിഞ്ഞിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളുടെ അത്യാവശ്യങ്ങളെക്കാളും കൂടുതൽ ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും നമ്മൾ വലിയ തുകകൾ ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അത്തരത്തിലുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കടങ്ങളും ബാധ്യതകളൊക്കെ നമ്മൾ പേറിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മാറ്റിവെക്കൽ, അതല്ലെങ്കിൽ വരുമാനത്തിൽ നിന്നും ഒരു എമൗണ്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥിതി എന്നുണ്ടാവുന്നോ അന്ന് മാത്രമാണ് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ ഈ ഒരു മാസത്തെ, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം നിങ്ങളെടുത്തിട്ട് നിങ്ങൾക്ക് വന്ന ആ ചെലവുകളൊന്നും എടുത്തിട്ട് മൊത്തം ഒരു പേനയും പേപ്പറും എടുത്തൊന്ന് കൃത്യമായിട്ട് എഴുതി നോക്കൂ. നിങ്ങൾക്ക് വന്നിട്ടുള്ള ചെലവുകൾ ഏതെങ്കിലും അത്യാവശ്യങ്ങളായിരുന്നോ, ആവശ്യങ്ങളായിരുന്നോ, അനാവശ്യങ്ങളായിരുന്നോ? നിങ്ങളുടെ ബഹുഭൂരിപക്ഷം എമൗണ്ടും അനാവശ്യങ്ങളുടെ കാറ്റഗറിയിൽ പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചിലവാക്കിയ ബഹുഭൂരിപക്ഷം എമൗണ്ടും അനാവശ്യങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്നതിൽ യാതൊരു സംശയവുമില്ല. അത്യാവശ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ആവശ്യങ്ങൾക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് കൊടുക്കും ഒരു മാസം. അതിൽ കൂടുതൽ വന്നാൽ ഈ മാസം ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാം. ഡ്രസ്സ് വാങ്ങൽ, അങ്ങനെയുള്ള വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും. സാധനങ്ങൾ ഉദ്ദേശിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളല്ല, അല്ലാത്ത സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതിനൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ആ ബഡ്ജറ്റിൽ കൂടിയാൽ ഈ ആ മാസം പിന്നെ വാങ്ങേണ്ട, അടുത്ത മാസം വാങ്ങിയാൽ മതി. അതുപോലെ അനാവശ്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മിച്ചം വെക്കലിൻ്റെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇവിടെ പൊതുവെ നമ്മുടെ ചെലവാക്കുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട്
നമ്മൾ ഉണ്ടാക്കുന്ന ബാധ്യതകൾ, നമ്മൾ ചിലവാക്കുന്ന ഓരോ എമൗണ്ടും നമ്മൾ തന്നെ അധ്വാനിക്കണമെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്കൊരു സൂക്ഷ്മത വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വരുമാനം, നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെങ്കിൽ പോലും ആ കിട്ടുന്ന വരുമാനം ആദ്യമേ തന്നെ ഒരു 20% എടുത്ത് മാറ്റി വച്ചിട്ട് ബാക്കി വരുന്ന 80% ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ചെലവുകളും മാനേജ് ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനം എന്ന് ഞാൻ ഉറച്ചു പറയുകയാണ്. കാരണം ഈ 20% പണം മതി നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിലൂടെ ഒരു നിക്ഷേപമാക്കി മാറ്റി ആ നിക്ഷേപത്തിനെ വളർത്തി ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടുന്ന ആളാക്കി മാറ്റാനെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും 20% ഇന്ന് മുതൽ മാറ്റി വച്ചതിന് ശേഷം മാത്രം ബാക്കി പണം ഉപയോഗിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെ ആദ്യ ഘട്ടം. ഇത്തരത്തിലുള്ള മാറ്റിവെക്കലിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, മാറ്റിവെച്ച പണം എപ്രകാരം വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.